but I'm just human. I could say a lie to you, but what's the point? What's the use? You can say I'm lying for you. You break the rules and I'm the fool that wants you badly. No matter what you do, I still love you madly. With your every move. നമ്മുടെ തേയ ഒന്നും റെസ്പോണ്ട് ചെയ്യാണ്ട് ഷോക്കായി നിന്നു. തൻ്റെ ഫസ്റ്റ് കിസ് ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് സ്വപഥത്തിലേക്ക് വന്ന തേയ ഒറ്റ ഉണ്ട് കുക്കിയെ. എൻ്റെ ദൈവമേ, എനിക്ക് നോക്കാൻ പറ്റുന്നില്ലല്ലോ. തേക്ക് കുക്കിയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. തേയ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടിപ്പോയി. ഓ മൈ ഗോഡ്, ഷീ ഈസ് ബ്ലഷിങ്. അപ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമാണല്ലേ. ഇപ്പം എനിക്കെല്ലാം ഉറപ്പായി. തേയ, ഐ ലവ് യു സോ മച്ച്. പിന്നെ വിചാരിച്ച പോലെ ഒന്നല്ല, നിന്നെ നീ ഭയങ്കര ടേസ്റ്റിയാ, ലൈക്ക് സ്ട്രോബെറി. ഓ മൈ ഗോഡ്, ഐ റിയലി വാണ്ട് ദാറ്റ്. വൺ മോർ. ഐ ക്യാൻ ബേബി, യു ആർ ടേസ്റ്റി. ഞാൻ എടുത്തോളാം. കുക്കിയും തൻ്റെ റൂമിലേക്ക് തിരിച്ചു പോയി. ഇതേ സമയം നമ്മുടെ യൂമിൻ എന്താ ചെയ്യുന്നത് നോക്കണ്ടേ. അവസാനം ഇവിടെ എത്തി. അല്ല, ഇനി നമ്മൾ എവിടെയൊക്കെ പോകുന്നേ? തേയുടെ റൂമിലേക്കാണോ? തേയുടെ അടുത്തേക്കോ? അപ്പോൾ സർപ്രൈസ് കൊടുക്കണ്ടേ നമുക്ക്? തേക്ക് സർപ്രൈസ് കൊടുക്കണം. അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നമ്മളിവിടെ എത്തുന്നത്. പക്ഷേ അതിനു മുമ്പ് നമുക്കൊരു പണി കൊടുക്കാം. ആദ്യം കുക്കിയുടെ അടുത്തേ പോവാം, എന്നിട്ട് നമുക്ക് കുക്കിയുടെയും കൂട്ടിയിട്ട് പോവാം. എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേയ്, എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് സമ്മതം. എന്താ ഹോബി, നിനക്കോ? ഇല്ല ചിമ്മി, എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നാൽ നമുക്കിങ്ങനെ പോയാലോ? ടാക്സി വിളിക്കുക. എന്തിനു ടാക്സി? എനിക്ക് തന്നെ ഇവിടെ കാറുണ്ടല്ലോ. ഞാൻ എൻ്റെ കാറ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോൾ വരും. അങ്ങനെ ചിമ്മിച്ചാൻ്റെ കാറും വന്ന് അവരതിൽ കയറി നമ്മുടെ കുക്കിയുടെ വീട്ടിലേക്ക് ഒറ്റപ്പോക്ക്. അങ്ങനെ അവർ 3 പേരും കുക്കിയുടെ വീട്ടിലെത്തി. എന്നിട്ട് അവർ ബെല്ലും അടിച്ചു. കുക്കി വന്ന് വാതിൽ തുറക്കുകയാണ്. ചിമ്മി, ഹോബി, യൂൻജി, നിങ്ങളെപ്പോഴത്തെ? എയർപോർട്ടിൽ നിന്ന് വരുന്ന വരവാ. നേരെ ഇവിടേക്കാണ് വരുന്നത്, തേരുടെ അടുത്തേക്ക് പോയിട്ടില്ല. ജങ്ക് താനിപ്പം നല്ല ഹാപ്പിയാണെന്ന് തൻ്റെ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. സുഖമല്ലേ? ആ ചോദ്യം വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഞാനും അത് തന്നെയാണ് പറയാൻ വന്നത്. എന്തിനാടാ നീ ഇങ്ങനെ നോക്കുന്ന യൂൻജിയെ? ഒന്ന് പോ യൂൻജി. ഹോബി, എന്തുവാടോ ഇത്? കുറച്ച് ഹാപ്പിയൊക്കെ തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ വന്ന കാര്യം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് എന്ന് സാരം. ഓഫ് കോഴ്സ്, അതെന്തായാലും നടന്നു തുടങ്ങിയിട്ടുണ്ട്. വല്ലാണ്ടൊന്നും ആയിട്ടില്ല, കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം മാത്രം, നീ എന്താ എന്നോട് ഇങ്ങനെ ചെയ്തേ? നീ എന്തിനാ എനിക്ക് വേറെ വില്ലയും തേക്ക് വേറെ വില്ലയും കൊടുത്തേ? ഞങ്ങൾക്ക് 2 പേർക്കും ഒന്ന് തന്നാൽ പോരായിരുന്നോ? ഐ മീൻ, നിനക്ക് എന്നെ അവിടേക്ക് ആക്കാമായിരുന്നു. അയ്യയുടെ മനമേ, നിൻ്റെ ഒരു ആഗ്രഹം കണ്ടില്ലേ? എനിക്ക് നിന്നെ അത്രങ്ങോട്ട് വിശ്വാസം പോരാ. ഉള്ളത് പറയാലോ, വിശ്വാസം പോരാ. ഒന്നില്ലേലും ഒത്തിരി മാസം തൻ്റെ പ്രണയം പിടിച്ചു നിന്ന ആളല്ലേ. പെട്ടെന്ന് കാണുമ്പോൾ എൻ്റെ നീ ഇതേ ചെയ്താലോ? എനിക്ക് ആ കാര്യം തീരെ വിശ്വാസമല്ല. അതുകൊണ്ട് തന്നെയാണ് 2 വില്ലാക്കി തന്നെ തന്നെ. അത് നീ പറഞ്ഞ ശരിയാ ചിമ്മി. അവൾ എൻ്റെ കയ്യിൽ ഒറ്റയ്ക്ക് കിട്ടിയ ഒരു, പക്ഷെ എനിക്കത് കണ്ടുകൂടി കിട്ടില്ല. നീ അത് ചെയ്തത് നന്നായി. ആർമീസേ, അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവല്ലോ, ഇത് ജങ്കൊക്കിൻ്റെ വീടല്ല, നമ്മുടെ ജിമിൻഷിയുടെ വീടാണ് കേട്ടോ. ജിമിൻഷിക്ക് ഇവിടെ ഒരുപാട് വില്ലകളുണ്ട്. അവർ അത്യാവശ്യം അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഉള്ള
ഒരു കുടുംബമാണ്. അപ്പം നമ്മുടെ തേക്ക് വേറെ വില്ലയും നമ്മുടെ ജങ്കുക്കിന് വേറെ വില്ലയാണ്. കൂടുതൽ തൽക്കാലത്തിനാണ് ഇവർ വരുമെന്ന് ആദ്യം ജങ്കുക്കിനോട് ജിമിൻഷി പറഞ്ഞിരുന്നു. അല്ല ജങ്കുക്കെ, ഞങ്ങളവിടെ ഇങ്ങനെ നിർത്തുന്നതേ ഉള്ളൂ, ഉള്ളിലേക്ക് കയറ്റുന്നില്ലേ, നല്ല ക്ഷീണമുണ്ട് അതാ. അയ്യോ സോറിടാ, സത്യം പറഞ്ഞാൽ നിങ്ങളെ കണ്ട സന്തോഷത്തിൽ ഞാനങ്ങ് മറന്നു പോയതാ, സോറി. വാ നിങ്ങളിങ്ങനെ നിൽക്കല്ലേ, ഉള്ളിലേക്ക് കയറി, എന്നിട്ട് വിശ്രമിക്ക്. എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് തേടെ വീട്ടിലേക്ക് പോവാം, എന്താ? ആടാ, ഓക്കെ. അങ്ങനെ അവർ ഉള്ളിലേക്ക് കയറി അവരെ വിശ്രമമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാളിലിരിക്കുകയാണ്. ചിമ്മി, ഇതൊക്കെ അവൾ സമ്മതിക്കുകയോ? പിന്നല്ലാതെ സമ്മതിക്കാതെ. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും, അത്ര തന്നെ. നമ്മൾ സമ്മതിപ്പിക്കും. എന്നാൽ നമുക്ക് പോയാലോ, ലേറ്റ് ആവണ്ട. പിന്നെ പോകാം, ലഗേജൊക്കെ ഓൾറെഡി പാക്കേജ് ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് അങ്ങ് പോയാൽ മതി. ജങ്കു, തൻ്റെതൊക്കെ പാക്ക് ചെയ്തില്ലേ? ആടാ ഹോബി, എൻ്റെതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി അങ്ങ് പോയാൽ മതി നീ പറഞ്ഞ പോലെ. അങ്ങനെ അവരെല്ലാവരും തേടെ വീട്ടിലേക്ക് തിരിച്ചു. വാ, അടിപൊളി വീട്, എന്നാ രസമാണ്. ഇതെന്തൊരു വലിയ വീടാടാ. എന്താടോ കിറ്റി നീങ്ങനെ പെരുകുറിക്കുന്നേ? വാ എല്ലാവരും വാ, നമുക്ക് ബെല്ലടിക്കാം. അങ്ങനെ അവരവിടെ എത്തി വീടിൻ്റെ ബെല്ലടിച്ചു. ഓബി, യുൻജി, നിങ്ങളെല്ലാവരും. സന്തോഷം കൊണ്ട് അവരെല്ലാവരും കെട്ടിപ്പിടിച്ചു. ശേഷം പെട്ടെന്നാണ് നമ്മുടെ തേടെ കൺമുമ്പിൽ കുക്കിയെ കാണുന്നത്. അവൾക്ക് സന്തോഷമുണ്ട്, പക്ഷെ അവൾ പുറത്ത് കാണിക്കാതെ ഒരു മൈൻഡില്ലാത്ത മാതിരി തിരിഞ്ഞു നിന്നു. ആർമീസേ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും കൂടുതൽ BLൻ്റെ വോട്ട് ചെയ്തിരിക്കുന്നത് തേക്കുക്കിനാണ്. അപ്പം യൂമിനും ഉണ്ട്. യൂമിൻ മാത്രമല്ല, സോപ്പ്, നാംചിന് എല്ലാവർക്കും വോട്ട് കുറേ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ തേക്കുക്കിനാണ്. അതുകൊണ്ട് നമുക്ക് തേക്കുക്ക് തന്നെ ചെയ്യാം അല്ലേ? എന്താ, എല്ലാവരും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പ്ലീസ്, നമുക്ക് നെക്സ്റ്റിൽ മെയിനായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് മാറ്റാം, ഓക്കെ? അപ്പം എല്ലാവരും എനിക്ക് സപ്പോർട്ടാക്കണേ, ആരും എന്നെ ഹെയ്റ്റ് ആക്കരുതേ, ആരും എന്നെ ദേഷ്യപ്പെടരുത്, ഓക്കെ?